ഹലോ ഗൈസ്, ഇന്നും ഒരു അമ്പലത്തിൽ പോണ വ്ളോഗാണ്. ഇന്നും കുറച്ച് നേരത്തെ എണീച്ചു, അതുകൊണ്ട് ഉറക്കം വിട്ടു മാറിയിട്ടില്ല. കണ്ണൊക്കെ ശരിക്കും അടഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ണൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഈ ഉടുപ്പാണെങ്കിൽ ഞാൻ എൻ്റെ അമ്പലത്തിൽ പോണ യൂണിഫോം ആക്കി മാറ്റി കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടു. നമ്മൾ പിന്നെ നേരെ തന്നെ നമ്മുടെ കോതമംഗലത്തേക്ക് എത്തി. കോതമംഗലത്താണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മൂലകുടുംബം ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഇനി കുഞ്ഞാങ്കാലത്ത് പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതൊക്കെ എൻ്റെ സ്കൂൾ കാലത്തെയും കോളേജ് കാലത്തൊട്ട് നൊസ്റ്റ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. കൂട്ടുകാരായിട്ട് കുറേ തിന്നും കുടിച്ചും ഇങ്ങനെ തെണ്ടി തിരിഞ്ഞൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഷെയ്ക്കും 5 രൂപയുടെ ഡയറി മിൽക്കും 5 രൂപയുടെ മഞ്ചും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തിന്ന് നടന്ന സ്ഥലമാണ് കേട്ടോ. എന്താണ് നമ്മുടെ ചെറിയ പള്ളിയും വലിയ പള്ളിയും പിന്നെ എന്തുട്ടാണ് ഇങ്ങനെ പൈസ പറക്കിടാനൊക്കെ ആയിട്ട് ചേട്ടൻ അവിടെ നിൽക്കാറുണ്ട്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ കോഴിപ്പള്ളി പാർക്കെത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇത്രയും വർഷം ഞാൻ ഈ കോതമംഗലത്ത് ജീവിച്ചെങ്കിലും ഇതേവരെ ഞാൻ ഈ കോഴിപ്പള്ളി പാർക്കിൻ്റെ അകത്ത് കയറിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് പോവാം. പിന്നെ നേരെ പോയത് വാരപ്പെട്ടിയിലുള്ള അച്ഛൻ്റെ മൂലകുടുംബത്തിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പിന്നെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ തൊട്ടപ്പുറത്ത് കുറച്ചും കൂടി കഴിയുമ്പോൾ തന്നെ അമ്മയുടെ മൂലകുടുംബമുണ്ട്. അത് പുഴക്കരക്കാവ് എന്നാണ് കേട്ടോ പേര്. പുഴയുടെ കരയിലായതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പേര്. വീടിൻ്റെ പടി പുറത്തിറങ്ങി എനിക്ക് അപ്പം തന്നെ എന്തെങ്കിലും തിന്നാൻ തോന്നും. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ മുണുങ്ങാനായിട്ട് കയറിയതാണ്. ഞാനാണെങ്കിൽ ഇടിയപ്പം കഴിച്ചു, ഗ്രീൻ പീസ് കറിയും കഴിച്ചു. പിന്നെ നേരെ നമ്മൾ വന്നത് ചേലാട് തെക്കേ കുരിശിങ്ങയിലേക്കാണ്. ഇപ്പോൾ വന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ വരാറുണ്ട്. പിന്നെ നേരെ വീട്ടിലെത്തി. ചൂടായതുകൊണ്ട് ഇങ്ങനെ ഇലകളൊക്കെ വീണ് പൊഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നിറയെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വന്നപ്പോൾ തന്നെ നമ്മുടെ അഭിമുഖം പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ആളെയൊക്കെ വിളിച്ചെണിപ്പിച്ചു. ഞാനിവിടെ എപ്പോൾ വന്നാലും അമ്മ ഏതെങ്കിലും പുതിയ ചെടികൾ കൊണ്ട് നട്ടിട്ടുണ്ടോ എന്നാണ് മാത്രമാണ് ഞാൻ നോക്കാം. അമ്മ എന്ത് നട്ടാലും വളരും. അത് കുറേ ആയിട്ട് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടാവും. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്. പക്ഷെ നമ്മളിവിടെ കോതാകല വീട്ടിലെത്തി. കോതാകല വീട്ടിൽ നമ്മളെല്ലാം ചെടിയും പറിക്കാൻ പോകും. ഭഗവതി ഇത് എന്ത് ചെടിയാണെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ചെടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ അമ്മ. ഈ വീടുമായിട്ട് എനിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ വീട്ടിലേക്ക് മാറി തപ്പിയത്. എനിക്ക് ആ പഴയ വീടിനോട് തന്നെയായിരുന്നു ഇച്ചിരി കൂടെ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. ഇതൊരു കുഞ്ഞു വീടാണ്, ഷീറ്റ് വീടൊക്കെയാണ്. പക്ഷെ നിറയെ ചെടികളും പൂക്കളും ഒക്കെ അമ്മ പിന്നെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കുറച്ച് കാലം കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മുള്ളുള്ളൊരു പുളി പോലത്തെ സാധനം, മുള്ളാന്നാവും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉടുപ്പിനും ഇതിനും ഒരേ കളറല്ലേ. അങ്ങനെ അതും കുറേ സാധനങ്ങൾ പറക്കിയെടുത്തു. പറിച്ചിട്ടും തീരണില്ല. നമ്മുടെ ബിന്ദു പണിക്കർ തുറപ്പം കൊച്ചുണ്ണിയുടെ വീട്ടിൽ കയറി പോലെയാണ്. ഞാനാണെങ്കിൽ വന്നിട്ട് അകത്ത് കുറച്ച് നേരം ഇരുന്നോളൂ. പിന്നെ ഞാൻ ഈ പുറത്തിറങ്ങിയതൊക്കെ വിരകൽ തുടങ്ങി. പാഷൻ ഫ്രൂട്ട് കണ്ടപ്പോൾ ആവേശത്തിൻ്റെ പുറത്ത് ഒരു തണ്ട് മുറിച്ചതാണ്. പക്ഷെ 2-3 തണ്ട് കൂടി ഒരുമിച്ച് പോന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് വലിച്ചെടുത്തുകൊണ്ട് പോന്നു. വീടിൻ്റെ 4 മൂലക്കയിലും ചെടിയും ഓരോരോ മരങ്ങളും മാവും പ്ലാവും അങ്ങനെ കുറേ സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അഭി പറയുകയാണ് എനിക്കാണെങ്കിൽ വെയിലായിട്ട് മേലൊക്കെ പൊള്ളാണ്, മതി വീട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെയും കൂടി ക്ഷമിച്ച് പിടിച്ച് നിൽക്കാൻ പറഞ്ഞ് പിടിച്ച് നിർത്തിയതാണ്. ഇത് മുടിയൊക്കെ പോലെ വെച്ച് നോക്കിയിട്ടോ. പക്ഷേ ഇത് ഇത്ര കൂടുതലായി പോയില്ലേന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ശരിക്കും അറിഞ്ഞുകൊണ്ട് വെട്ടിയതല്ല. അപ്പോൾ അവനാണെങ്കിൽ പറയണ്ട ഇങ്ങനെ തണ്ടൊക്കെ വെട്ടി കഴിഞ്ഞാൽ മുളയ്ക്കും, എന്തായാലും വെളിവില്ലാത്തവരേ ചെയ്യുള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ മുളച്ചോളൂ, അത് മുളയ്ക്കുമോയെന്ന് അറിയാൻ പറ്റില്ല, എന്തായാലും കൊണ്ടുപോയി നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ചെടികൾ പറിച്ചു കിട്ടും. ചെടികളുടെ ഒരു ലോകമാണ് ഇവിടെ. പല പല വെറൈറ്റി ചെടികൾ, മതിലിലുണ്ടാവണത്, കല്ലിലുണ്ടാവണത്, അല്ലാണ്ട് കുറേ വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ചില ചെടികളൊക്കെ ഒടിക്കാൻ നേരത്ത് മാതാജി ഓടി കൊണ്ട് പറയുകയാണ് അതിൻ്റെ ഈ ഭാഗമല്ല എടുക്കേണ്ടത്, ഈ ഭാഗമാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇത് പിന്നെ അവിടെ പോയപ്പോൾ കൊണ്ടുവന്നാണ്, ഇവിടെ പോയപ്പോൾ കൊണ്ടുവന്നാണെന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാനുണ്ടോ എൻ്റെ പുറകെ. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. പക്ഷേ ഈ ചെടി പണ്ടൊക്കെ എല്ലാവർക്കുടെയും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ അവിടുത്തെ സ്ഥലത്ത്. ഇതിൻ്റെയും പേരറിയില്ല. ഇതിൻ്റെ തണ്ടിൻ്റെ ഒരു അറ്റാകുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വേര് പോലെ ഇങ്ങനെ വരും. പിന്നെ അടുത്ത ഒരു അറ്റാകുമ്പോഴത്തേക്ക് അതിനകത്തും കുറച്ച് വേര് പോലെ ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു സ്ഥലം പറിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഒടിച്ചെടുത്തു. പിന്നെ ഈ ചെടിയുണ്ട്, ഇതിനകത്തൊരു വയലറ്റ് കളർ പൂവാണ് ഉണ്ടാവണത്. അതാണെങ്കിൽ വെറുതെ അതിൻ്റെ വിത്ത് ചാടി ഇങ്ങനെ മുറ്റത്ത് മൊത്തം മുളച്ചേക്കാണേ. ഇതാണെങ്കിൽ കുഞ്ഞ് ചെത്തിയൊക്കെ പോലെ തോന്നി. അപ്പോൾ ഇതിൻ്റെന്ന് 2-3 കൊമ്പങ്ങ് ഒടിച്ചെടുത്തു. ഒടിച്ചല്ല, കത്തിയും കൊണ്ട് മുറിച്ചാണ് എടുത്തത്. അപ്പം അമ്മ പറഞ്ഞു മോനെ ഇതിൻ്റെ കൊമ്പല്ലായിരുന്നു ഒടിക്കേണ്ടത്, മുറിക്കേണ്ടത് ഇതിൻ്റെ തൈയായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും വെട്ടിപ്പോയില്ല, ഞാൻ ഒന്ന് കൊണ്ടുപോയിട്ട് നട്ട് നോക്കാൻ പിടിക്കുവാണെങ്കിൽ നോക്കാമെന്നും പറഞ്ഞു. പിന്നെ നിറയെ നീല ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വിത്തൊന്നും ഉണങ്ങിയതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് എടുത്തില്ല. അടുത്ത തവണത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പോഴത്തേക്ക് അഭിമം പിന്നെ ഫോണൊക്കെ കൊണ്ട് ഫോൺ വിളിക്കാനായിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ചെടിയുണ്ട്, ഇങ്ങനെ ബുഷ് പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതാണെങ്കിൽ നിറയെ ഉണ്ടാവും. എന്താണ് ഇച്ചിരി ആയിട്ട് ഇങ്ങനെ നിൽക്കണുള്ളൂ. ഇപ്പുറത്തൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു തണ്ട് അടർത്തിയിട്ട് പറിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അഭി പറയണ്ടേ മോളെ അതൊന്നും വെട്ടിപ്പറിച്ച് കളയില്ലേ, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് വല്ലതും അറിയാമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായി. അപ്പോൾ ഞാനൊന്ന് മനസ്സിലാലോചിച്ചു ദൈവമേ ഇവൻ്റെ കല്യാണം എങ്ങാനും കഴിഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരിപ്പറക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞാൻ പിന്നെ അല്ലാത്ത സാധനങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും എടുക്കാറില്ല. എനിക്ക് ചെടിയാണ് ഇവിടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് 1/4 സമയം മുറ്റത്തേക്കടെ ഇങ്ങനെ ചെടിയൊക്കെ പറിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എന്താണ് എനിക്ക് അതിശയമായി തോന്നിയത്. കാരണം പെരയ്ക്കകത്ത് ഞാൻ കുറച്ചധികം നേരം പോലും ഇരുന്നില്ല.
മൊത്തം ഈ മുറ്റത്തേക്കൂടെ തന്നെ എന്തൊക്കെ പുതിയ ചെടികൾ നട്ടിട്ടുണ്ട്, എന്തൊക്കെ പറിച്ചുകൊണ്ട് പോകണമെന്ന് എനിക്കിങ്ങനെ നടന്ന് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അഭിചേട്ടയും അടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മയ്ക്ക് ഫോൺ കൊടുത്തു. പിന്നെ അമ്മയാണ് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് തന്നത്. പിന്നെയാണെങ്കിൽ ഓരോരോ മൂലയ്ക്കും ഓരോരോ സൈഡിലുമായിട്ട് പല 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 കളറിലുള്ള 10 മണിച്ചെടികൾ ഇഷ്ടം പോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് ഇസ്കി 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 കുറേ അങ്ങോട്ട് എടുത്തു. ഇനി ഇതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നടണമല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ഇനിയും കൂടി ആദ്യം എടുക്കണത്. അവിയാണ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ദൈവമേ വീടിൻ്റെ മൂലക്കല്ലും കൂടി ഇളക്കിക്കൊണ്ട് പോകുമെന്ന് ഓർത്ത്. പിന്നെ കുറേ നാൾ കൂടി കുഞ്ഞിപ്പെങ്ങൾ വന്നതായതുകൊണ്ട് അവൻ ആട്ടി വിട്ടില്ല. പറിച്ചു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടി ഞാൻ ഈ പെരയ്ക്കകത്ത് കൊണ്ടിട്ടു. അന്നേരം കുറേ അധികം 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 സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം അത് തന്നെ നമ്മളിവിടെ ചില ചെടികൾ പറിക്കാതെ ഇവിടെ അമ്മയുടെ കുറേ ചെടി സ്ഥലങ്ങളുണ്ട്. ചെടിയുടെ വേദിയുണ്ട്, വെയിലായതുകൊണ്ട് ഇങ്ങനെ കുറേ ചെടി. പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ടൊരു ചെറിയ കൂട് തരാൻ പറഞ്ഞു. ചെറിയ കൂടെന്ന് വെച്ചാൽ വലിയ കൂട് വേണമല്ലോ. അപ്പം അമ്മ ഒരു വലിയ കൂട് തന്നെ തന്നു. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാം, കാരണം വേരോട് കൂടിയാണല്ലോ. ബാക്കിയെല്ലാം ഒന്ന് വെട്ടി പറിച്ചുകൊണ്ട് പിന്നെ കുറേ റോസയും കൂടി പറിച്ചു കേട്ടോ. വീട്ടിൽ കുറേ റോസയുണ്ട്, എന്നാലും ഇതിൽ നിന്നും കുറച്ചങ്ങോട്ട് പറിച്ചെടുത്തു. പിന്നെ എല്ലാം കൂടി വെട്ടി ഒരുക്കുന്ന തിരക്കിലാണ്. എല്ലാം വെട്ടിയെടുക്കാൻ തന്നെ കുറേ സമയം എടുത്തു. ഇനി ഇതെല്ലാം മുറിച്ച് മുറിച്ച് പാക്ക് ചെയ്യാനാണെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും പിന്നെയും ഞാൻ ആലോചിക്കുന്നത് ഇതല്ല, ഇതൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് എങ്ങനെ നട്ട് തീർക്കും, എത്ര ദിവസം കൊടുത്തായിരിക്കും ഇതൊക്കെ നട്ട് തീർക്കണതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത്. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മാതാശ്രീ ഒരു വലിയ കപ്പ് നിറച്ച് ചായ ആയിട്ട് വന്നു കേട്ടോ, പാൽ ചായ. ഞാനും അമ്മയാണെങ്കിൽ എപ്പോഴും മിണ്ടുമ്പോൾ വഴക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വഴക്കോട്ട് ഉണ്ടാക്കണത് ഞങ്ങൾ തമ്മിലാണ്. അതിനകത്തൊരു പ്രധാന കാരണമാണിത്. 6 ലിറ്റർ പാൽ കൊണ്ട് 5 ലിറ്റർ ചായ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു കഴിവ് അമ്മയ്ക്കുണ്ട്. എന്തോരം പാലുണ്ടെങ്കിലും അമ്മ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർക്കുക, എന്നിട്ട് കൊഴുപ്പ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ കുടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ പറയും ഇതിലും ഭേദം വലിയ പച്ചവെള്ളം തന്നാൽ പോരായിരുന്നു എന്ന്. മോനെ ഇതൊന്നും എന്തായാലും ഷിമ്മിക്കുട്ടി തികയില്ലേ, വലിയ ചാക്കിൽ വെച്ചോളാൻ പറഞ്ഞിട്ടൊരു മതിയായ ചാക്കുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഇതിനകത്ത് തികച്ചോളാം, അതൊക്കെ വണ്ടിയിൽ വെക്കാനാണെങ്കിൽ മല്ല എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഇങ്ങനെ തൂക്കിയിടാലോ. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്താക്കി. കുറേ ചെടികൾ പറിച്ചു നമ്മളുടെ അഭി വന്നിട്ടുണ്ട്. വാസുണ്ണിയാണ് നമ്മുടെ കുഞ്ഞു വാസുണ്ണി. ഞാൻ അഭിമോൻ്റെ കൂടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവൻ എൻ്റെ അനിയനാണെങ്കിൽ ചില സമയത്ത് എൻ്റെ ചേട്ടനും അച്ഛനും ഒക്കെ ആവാറുണ്ട്. ഇവൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും. പിന്നെ അതെല്ലാം എന്നെ കെയർ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ സമാധാനിക്കും. പിന്നെ കുറച്ചധികം നേരം ഫോട്ടോയൊക്കെ എടുത്തു. ഇവനാണെങ്കിൽ കൊന്നത്തെങ്ങ് പോലെ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഡുംബുവിൻ്റെ കൂടെയും കുറേ നേരം ഫോട്ടോ എടുത്തു. ഷായിച്ചേട്ടൻ ഇപ്പോൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇന്ന് തന്നെ പോണതിൻ്റെ വിഷമമാണ് ഡുംബുവിൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. റോഡ് വരെ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എന്താണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വായിലിട്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അഭിമോൻ വന്നു. അഭിമോനോടും അമ്മേനോടും എല്ലാവരോടും ടാറ്റ പറഞ്ഞ് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.